ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം 1 യോഹന്നാൻ 3:6. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് പാപത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് റോമർക്കെഴുതിയ ലേഖനം 6:14 നാം വായിക്കുന്നു. ക്രിസ്തുവിൽ വസിക്കുന്നവന് പാപശീലം ഉണ്ടാകാത്തതിന് കാരണം ദൈവവുമായുള്ള നിരന്തര കൂട്ടായ്മയും ശുദ്ധീകരണവുമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട ഒരു ജീവിതമാണ്. പാപം നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ക്രിസ്തുവിനെ ഒരുവൻ അറിയുന്നത് മുഖാന്തരം ഒരു വ്യക്തിയിൽ വലിയ പരിവർത്തനം ആരംഭിക്കുകയും തുടർന്ന് വിശുദ്ധീകരണത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള ഒരുവന്റെ വിശ്വാസം വെളിപ്പെടുന്നത് പാപത്തോടുള്ള അവന്റെ വെറുപ്പും പാപ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ള വാഞ്ചയുമാണ്. തുടർന്ന് നീതിയോടെ ജീവിക്കുവാനുള്ള അതിയായ താല്പര്യവും അതിലേക്കുള്ള നടത്തവും. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് പാപബോധമോ മാനസാന്തരമോ ഇല്ലാത്തതിനാൽ അവൻ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽപ്പെട്ട് പാപത്തിൽ മുഴുകി ജീവിക്കുന്നു. പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. ഏദൻ തോട്ടത്തിൽ ആദം തുടങ്ങിവെച്ച നിയമലംഘനം രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി അവിരാമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസി തന്റെ പാപം സമ്മതിക്കുകയും ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു. അവന്റെ സ്നേഹം ലോകത്തോടല്ല, തന്നെ രക്ഷിച്ച കർത്താവിനോടായിരിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രനായ യേശു പ്രത്യക്ഷപ്പെട്ടതിനാൽ ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ ദൈവത്തിൽ നിന്നു ജനിച്ചവനായിത്തീരുന്നു. ദൈവത്തിന്റെ വിത്തവനിൽ വസിക്കുന്നതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ഈ വചനത്തിലൂടെ അപ്പോസ്തലനായ യോഹന്നാൻ പരാമർശിക്കുന്നത് വിശ്വാസികൾ പാപം ഒരു ജീവിത രീതിയായി തുടരില്ല. രക്ഷിക്കപ്പെടാത്ത പഴയ ജീവിതവും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പുതിയ ജീവിതവും വ്യത്യസ്തമാണ്. അതായത് അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.